കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അടിത്തറ നഴ്സുമാരാണ്. എന്നാൽ ആ അടിത്തറയ്ക്ക് മുകളിൽ അമിത ഭാരം കയറ്റിവെച്ച് അവരെ അവഗണിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ലോകത്തിനു മുമ്പിൽ ആരോഗ്യ മാതൃകയെക്കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ പാടുമ്പോഴും ആ മാതൃക കെട്ടിപ്പടുത്തവർക്ക് നൽകുന്ന പരിഗണന അങ്ങേയറ്റം ദയനീയമാണ്. 7 വർഷമായിട്ടും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന നഴ്സുമാരുടെ ആവശ്യം അമിതമോ ആഡംബരമോ അല്ല. നിലവിലെ വിലക്കയറ്റത്തിന്റെ കാലത്ത് അന്തസ്സോടെ ജീവിക്കാൻ അവർക്ക് അർഹതപ്പെട്ടതാണ്. കോവിഡ് കാലത്ത് ജീവൻ പോലും പണയം വെച്ച് പോരാടിയവർ ഇന്ന് സ്വന്തം അവകാശങ്ങൾക്കായി കേഴേണ്ടി വരുന്നു എന്നത് ഭരണകൂടത്തിന്റെ വലിയൊരു വീഴ്ചയാണ്. വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം അവസാനിച്ചിട്ടും തീരുമാനങ്ങൾ എടുക്കാത്ത കമ്മിറ്റികളും നീണ്ടുപോകുന്ന ചർച്ചകളിലും സർക്കാർ ഈ വിഷയം തള്ളിക്കളയുകയാണ്. ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ സ്വന്തം നേട്ടമായി പ്രഖ്യാപിക്കുന്ന സർക്കാർ അതേ മേഖലയിലെ നഴ്സുമാരുടെ ജീവിത നിലവാരം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? ആശുപത്രിയുടെ ഇടനാഴികളിൽ ഉറക്കമില്ലാതെ അധ്വാനിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം ഈ കടുത്ത അവഗണന മാത്രമാണോ? നഴ്സുമാരുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിക്കുന്നത് അവരോടുള്ള പരസ്യമായ അനാദരവാണ്. കേരളത്തിന്റെ മോഡൽ സ്റ്റേറ്റ് എന്ന ഖ്യാതിക്ക് പിന്നിൽ അധ്വാനിക്കുന്നവരുടെ വയറ്റത്തടിച്ചുകൊണ്ടുള്ള വികസനമല്ല നമുക്ക് വേണ്ടത്. ഇനിയെങ്കിലും വാഗ്ദാനങ്ങൾ അവസാനിപ്പിച്ച് നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. നിസ്സംഗത തുടർന്നാൽ അത് ആരോഗ്യ മേഖലയുടെ തകർച്ചയിലേക്കാകും വഴിതെളിക്കുക. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.